ചലഞ്ചർ വീടിനകത്തേക്ക് കയറിയോ? ആരാണ് ചലഞ്ചർ അല്ലെങ്കിൽ ചലഞ്ചേഴ്സ്? കുറച്ച് നേരം മുമ്പ് ഞാൻ 5 പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു 100% കൺഫേംഡ് ആയ ഒരാൾ അതിനകത്തുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയാം. 100% ഉറപ്പായ ഒരാളുണ്ട്. കുറച്ചുകൂടി മണിക്കൂറുകൾ കഴിയുമ്പോൾ നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് ആദ്യം കയറട്ടെ, ബിഗ് ബോസിന്റെ തൊട്ട് മുമ്പിൽ വരെ എത്തിയിട്ട് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് കയറിയിട്ട് നിങ്ങളോട് എന്തായാലും വ്യക്തമായിട്ട് ആരാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്നൊക്കെ പറയാമെന്ന് കരുതി. അങ്ങനെ അത് ആരാണെന്ന് ഞാൻ പറയാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ചലഞ്ചറായി ഗസ്റ്റായി എൻട്രി ചെയ്തിരിക്കുകയാണ് സാബു മോൻ. അതെ, ബിഗ് ബോസ് സീസൺ 1 സാബു മോൻ ഗസ്റ്റായിട്ട് വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പുകിലുകൾ ഇനി കാണണമോ എന്നറിയില്ല. കാരണം ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററിയിലെ എടുത്തു പറയാൻ 5 ഗെയിമേഴ്സിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ടോപ്പ്, ദ ബെസ്റ്റ്, ദ ബെറ്റർ പ്ലെയർ ആയിട്ടുള്ള ഒരാളാണ് സാബു മോൻ. സീസൺ 1 ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് സാബു മോൻ കളിച്ചിരുന്നതെന്ന്. കൂടെ നിൽക്കും, ഇൻഫർമേഷൻസ് കൊടുക്കും, വീട്ടുകാരെയൊക്കെ ഒരറ്റത്തുനിന്ന് കൊണ്ടുവരും. എന്നിട്ട് സാബു മോൻ നല്ല ലെവലായിട്ട് ഗെയിമും കളിക്കും. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ സാബു മോൻ ജയിക്കുമെന്ന്? എല്ലാവരും പേളി ജയിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ ഭയങ്കര അപ്രതീക്ഷിതമായ ട്വിസ്റ്റിൽ സാബു മോൻ സീസൺ 1 വിജയിയായി. ഭയങ്കര കാലിബർ ഉള്ള ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു സാബു മോൻ. ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ് സാബു മോൻ. അങ്ങനെ സാബു നമ്മുടെ സീസൺ 6 ഒന്ന് കയറി തൊട്ട് വെച്ചിട്ടുണ്ട് മക്കളെ. എന്താവുന്നൊരു പിടിയുമില്ല. BB ഹോട്ടൽ ടാസ്ക് ആണ്. അത് നാളെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇന്നാണ് കയറിയത്, അപ്പം നാളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ പറയും പോലെ അവിടെ പോയിട്ടൊരു റോക്കിംഗ് പവർ ഒന്നും ഈ പറയുന്ന സാബു മോന് കൊടുത്തില്ലെന്നാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം റിയാസ് പറഞ്ഞ പോലെ ഗോ ഫൺ എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സാബുവിനെ പറഞ്ഞു വിട്ടതായിട്ടാണ് അറിയാൻ പറ്റിയത്. പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്നത് സേഫ് ഗെയിമേഴ്സിനെക്കാട്ട് ഒരു കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെയെങ്കിലും ഒന്ന് നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, നമുക്ക് കണ്ടിരിക്കാം. ഇനി എന്തായാലും 1-2 ആഴ്ചയായി പറയുന്ന ഗസ്റ്റുകളുടെ മേളമായിരിക്കും. ഞാൻ പറഞ്ഞ ബാക്കി പേരുകൾ മാറ്റി വെച്ചിരുന്നോ? സാധ്യതകൾ ഉണ്ട്. ആരൊക്കെയാണ്? ബാക്കി ഞാൻ 5 പേര് പറഞ്ഞാൽ ഇനിയും പേരുകളോടെ ഉണ്ട്. മണിക്കുട്ടൻ, ദിൽഷ, നമ്മുടെ ഈ സീസണിലെ സുരേഷ്, പിന്നെ ഒരാളുടെ പേരുകൂടി ഞാൻ പറഞ്ഞല്ലോ. ഇവരുടെ പേരുകളൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കുക. ഇവർക്കൊക്കെ ഭയങ്കര ചാൻസസ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ ഞാൻ എന്തായാലും പറയാം. മണിക്കുട്ടൻ്റെയും ദിൽഷയുടെയും സുരേഷിൻ്റെയും റിനോഷിൻ്റെയും കാര്യങ്ങൾ മാറ്റി അവിടെ ഇരുന്നോട്ടെ. ഇതിനും ചാൻസസ് ഉണ്ട്. പിന്നെ ഒരാളുടെ പേര് ഇങ്ങനെ കയറി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞാനത് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. ഒരാൾ കൂടി ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വന്ന് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും സാബു മോൻ കയറിയിട്ടുണ്ട് വീടിൽ. നമുക്ക് നാളെ കാണാൻ പറ്റും. മിക്കവാറും ഇന്ന് രാത്രിയിലത്തെ പ്രൊമോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞെരുപ്പടാ എന്നൊക്കെ പറഞ്ഞ പ്രൊമോ ഒക്കെ ഇട്ട് വരും മിക്കവാറും. വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് അടുത്ത അപ്ഡേറ്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.